ഇവാ, ഇൻസ്റ്റഗ്രാമിലെ ആദ്യത്തെ പേരെന്താ? ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്തിരുന്ന ഫീച്ചർ ഏതായിരുന്നു സ്റ്റാർട്ടിങ് സമയത്ത്? മെസ്സേജ് അയക്കുക. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ലല്ലേ. ഞാൻ പറയാം. എന്താണ് ഇൻസ്റ്റാഗ്രാമിന്റെ ആദ്യത്തെ പേര്? ബർബൻ. യെസ്. പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്ത ഫീച്ചർ? ആക്ച്വലി ബാക്ക് ഇൻ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഓറാക്കണ്ടല്ലേ? ശരിയാണ്, കുറച്ച് ആൾക്കാർ സംഭവം യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആ യൂസ് ചെയ്തതിന് കുറേ ആൾക്കാർ തന്നെ ലൈക്ക് ഒഴിവാക്കി പോയി. പക്ഷെ പിന്നെ കുറച്ച് ആൾക്കാർ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന്. അപ്പോൾ ഈ നിന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇത് നിൽക്കുന്നതെന്നൊക്കെ ഇവർ അന്വേഷിച്ച്. ആര്? ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാർ, ബാക്ക് ടീം. അപ്പോൾ ഇവർ അന്വേഷിച്ച സമയത്താണ് ഇവർക്ക് മനസ്സിലായത് ഇതിൽ കുറേ ആൾക്കാർ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരേ ഫീച്ചർ ഉപയോഗിക്കാനാണ്. ആ ഒരു ഫീച്ചർ കൈ കുഴയുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറേൻ്റെ ഫീച്ചറായിരുന്നു. കാരണം ഫിൽറ്ററൊക്കെ യൂസ് ചെയ്ത് കുറേ ആളുകൾ. അപ്പം ഇത് മാത്രം ഇവർ ഫോക്കസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ ഇത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഇവർ പിന്നെ ഡെവലപ്പ് ചെയ്തത് ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ. അങ്ങനെയാണ് ഇവർ ഇൻസ്റ്റാഗ്രാം എന്നുള്ള പേരേ മാറ്റുന്നത്. ബർബൻ എന്നുള്ള പേര് അങ്ങനെ ഇൻസ്റ്റാഗ്രാം എന്നുള്ള പേരായി. അങ്ങനെ അവർക്ക് യൂസേഴ്സ് കൂടാൻ തുടങ്ങി. അങ്ങനത്തെ ഈ ഒരു ഫീച്ചറുമായിട്ട് അവർ വീണ്ടും ഇൻസ്റ്റാഗ്രാം എന്ന പേര് ലോഞ്ച് ചെയ്ത സമയത്ത് ഇവർക്ക് എനിക്ക് തോന്നുന്നത് 24 hours 48 hours എന്തോ ലൈക്ക് ഒറ്റയടിക്ക് 20,000+ സൈനപ്സ് വന്ന്. അതിൻ്റെ ശേഷം ഒരു 1 to 2 months മില്യൺസ് ഓഫ് യൂസേഴ്സ് ഇതിൽ വീണ്ടും വന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തിയത്. ഇന്നിപ്പോൾ എന്തൊക്കെയുണ്ട്? റീൽസ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, സ്റ്റോറി ഉണ്ട്, റീപോസ്റ്റ് ഉണ്ട്, ഷെയർ ഉണ്ട്, സേവ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വന്നത് അവിടെ നിന്നായിരുന്നു. സോ ഇതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻവിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ബയോയിൽ കൊടുത്ത നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യൂ.